കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു ആർ, ആർക്ക് ലെങ്ത് ഈക്വൽ ടു എൽ, ആംഗിൾ അറ്റ് ദ സെന്റർ തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്, ആംഗിൾ അറ്റ് സെന്റർ ഇസ് തീറ്റ, then we have L is equal to R theta. Relationship between L, R and theta is L is equal to R theta. L is the arc length. ഈ L എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഈ പോയിന്റിനെ എ ആയിട്ട് എടുത്തു. ഇവിടെ ഇരിക്കുന്ന പോയിന്റ് എ, ഇത് ബി. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ ലെങ്ത് ആണ് ഈ എൽ എന്ന് പറയുന്നത്. എ ബി എന്ന് പറഞ്ഞ ആർക്കിന്റെ ലെങ്ത് ആണ് എൽ. ഈ ഒ, സെന്റർ ഒ എ എന്ന് പറയുന്നത് ആർ ആണ്. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് 6 യൂണിറ്റ്സ് ആണ്. ഈ എ ബി എന്ന് പറഞ്ഞ ആർക്ക് ഈ സെന്ററിൽ, ഒ എന്ന് പറഞ്ഞ സെന്ററിലേക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളിനെ നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ എൽ, ആർ ആൻഡ് തീറ്റ ഇസ് എൽ ഇസ് ഈക്വൽ ടു ആർ തീറ്റ ഓർ തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ എൽ ഈക്വൽ ടു ആർ ആയി കഴിഞ്ഞാൽ, എൽ ഈക്വൽ ടു ആർ ആകുന്ന സമയത്ത് തീറ്റ ഈക്വൽ ടു ആർ ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു 1 റേഡിയൻ എന്ന് കിട്ടും. എൽ ഈക്വൽ ടു ആർ ആയാൽ ആർക്ക് ലെങ്ത്തും റേഡിയസും സെയിം ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് 1 റേഡിയൻ. ഓക്കെ, ഇപ്പൊ ഈ റേഡിയൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ, വെൻ ആർ ഇസ് ഈക്വൽ ടു 1, L is equal to 1 into theta, that is L is equal to theta, theta equal to L ആയിട്ട് വരും. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആർ റേഡിയസ് 1 ആയാൽ, അതായത് നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് സർക്കിൾ ആയി കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എൽ ആയിട്ട് വരും. സെൻട്രലിൽ വരുന്ന ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ആയിട്ട് വരും. ഇനി ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഈ ആർക്കിന്റെ ലെങ്ത് ആണ്, ഇങ്ങനെ ഈ ഒരു ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ ഈ ലെങ്ത് ആണ് എൽ ആയിട്ട് എടുക്കുന്നത്. അത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മളൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. 180 ഡിഗ്രി ഈക്വൽ ടു എത്ര റേഡിയനാ? 180 ഡിഗ്രി ഈക്വൽ ടു ഹൗ മച്ച് റേഡിയൻ? 360 degree equal to 2 pi radians. 180 degree equal to pi radians. 180 degree equal to pi radians. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 3.14 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, 3.14 എന്ന് എഴുതാം. ഓക്കെ, തീറ്റ ഈക്വൽ ടു 3.14 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പൈ ഇറാഷണൽ നമ്പർ ആണ്, അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3.14. ഇപ്പൊ നമ്മൾ ഈ പൈക്ക് പകരം 3.14 ചില സ്ഥലത്ത് ഉപയോഗിക്കും. പൈ ഇസ് ഈക്വൽ ടു 3.14 എടുക്കാം, അല്ലെങ്കിൽ 22/7. അത് രണ്ടും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പൈ ഇസ് നോട്ട് ഈക്വൽ ടു 22/7. പൈ ഇസ് നോട്ട് ഈക്വൽ ടു 3.14. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. പൈ ഇസ് നോട്ട് ഈക്വൽ ടു 3.14. പക്ഷെ നമ്മൾ എടുക്കും പൈ ഈക്വൽ ടു 3.14 അപ്രോക്സിമേറ്റ്ലി. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പൈ ഇറാഷണൽ നമ്പർ ആണ്. 22/7 3.14 എന്നൊക്കെ പറയുന്നത് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പൈ ഈക്വൽ ടു 3.14 എന്ന് നമ്മൾ എവിടെയും പറയാൻ പറ്റൂല. അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തു വെച്ചേക്കണം. അപ്പൊ തീറ്റ ഈക്വൽ ടു 3.14 ആവാം. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, ഈ സെന്ററിൽ വരുന്ന ആംഗിൾ, ഈ തീറ്റ എന്ന് പറഞ്ഞ ഈ ആംഗിൾ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. കാരണം എന്താ, തീറ്റ ഈക്വൽ ടു എൽ ആണ്. ആർക്ക് ലെങ്ത് ഏത് റിയൽ നമ്പർ ആവാം. 0.1, 0.2, 0.3, √2, √3 ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എല്ലിന് എടുക്കാം. അതേ വാല്യൂ തന്നെ തീറ്റക്കും എടുക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ എൽ ഈക്വൽ ടു ആർ തീറ്റ ഓർ തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. ഓക്കെ, എൽ ഇസ് എ റിയൽ നമ്പർ. അപ്പൊ തീറ്റ ഇസ് ഓൾസോ എ റിയൽ നമ്പർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നോക്കിയിട്ടുണ്ട്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. കൺസിഡർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെയാണ് ഈ കിട്ടുന്നത്, ഇവിടെയാണ് റൈറ്റ് ആംഗിൾ ഇരിക്കുന്നത്, ബിയിലാണ് റൈറ്റ് ആംഗിൾ ഇരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെ നമ്മൾ വിളിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ്. ബിയുടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്.
ഇനി ഞാൻ ഈ എ എന്ന് പറഞ്ഞ ഈ വേർട്ടെക്സിലിരിക്കുന്ന ഈ ആംഗിളിനെ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ഈ എക്സ് ആണ്. ഈ എക്സിന്റെ അഡ്ജസന്റ് സൈഡാണ് എ ബി. ഈ ആംഗിൾ എക്സ് എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 3 സൈഡ്സിന്റെ നെയിം എഴുതിയിട്ടുണ്ട്. അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടനസ്. ഇനി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വരുന്നത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ് ആണ്. നമുക്ക് വേറെ വേറെ രീതിയിൽ ഈ റേഷ്യോസ് എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന റേഷ്യോസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതേപോലെ ഇതിന്റെ നേരെ തിരിച്ച് റെസിപ്രോക്കൽ ആയിട്ട് എടുക്കാം നമുക്ക്. പി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഈ ഫസ്റ്റ് റേഷ്യോ ഇല്ലേ, അതിനെ നേരെ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. രണ്ടാമത്തെ റേഷ്യോനെ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതേപോലെ മൂന്നാമത്തത് എന്ത് കിട്ടും? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ് ആണ്. ഈ റേഷ്യോകൾക്ക് നമ്മളൊരു പ്രത്യേകം പേര് വിളിക്കും. എക്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിനെ സൈൻ എക്സ് എന്ന് പറയും. സൈൻ എക്സ്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം സൈൻ, SINE ആണ്. അത് ഷോർട്ട് ആക്കിയിട്ടാണ് SIN എന്ന് എഴുതുന്നത്. SINE ആണ് അതിന്റെ ഫുൾ ആയിട്ട് വരുന്നത്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് സൈൻ എക്സ് എന്ന് വിളിക്കും. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു കോസ് എക്സ്. കോസിന്റെ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് കോസൈൻ ആണ്. ഓക്കെ, കോസിന്റെ ഫുൾ ഫോം കോസൈൻ ആണ്. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് കോസ് എക്സ് എന്ന് എഴുതും. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അത് നമ്മുടെ ടാൻ എക്സ് ആണ്. ഇതിനെല്ലാം നമ്മൾ പേര് കൊടുക്കുന്നത് ഇതുപോലെയാണ്: സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പേര് കൊടുക്കുന്നത്. ടാൻ എക്സ് എന്ന് പറയും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിനെ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം: സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു എന്താ? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. cos x is equal to adjacent side divided by hypotenuse. tan x equal to sin x by cos x. ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് എളുപ്പം. ഓക്കെ, അപ്പൊ ഈ 3 ഫങ്ഷൻസ് പഠിച്ചു. ഇനി അതിന്റെ റെസിപ്രോക്കൽ ഫങ്ഷൻസും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് റെസിപ്രോക്കൽ ഫങ്ഷൻസ്? സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക് എക്സ് ആണ്. കൊസീക് എക്സ് ഈക്വൽ ടു 1 by sin x. cos x ന്റെ റെസിപ്രോക്കൽ sec x ആണ്. sec x is equal to 1 by cos x. tan x ന്റെ റെസിപ്രോക്കൽ cot x ആണ്. cot x is equal to 1 by tan x. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും എഴുതാം: cot x is equal to cos x divided by sin x. ഈ 6 ഫംഗ്ഷൻസിന്റെ ഈ ഡെഫിനിഷൻ, ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യം നോട്ട്ബുക്കിൽ നന്നായിട്ട് എഴുതി വെക്കണം, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടണം. ഇനി നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത് ട്രയാങ്കിൾ വെച്ചിട്ടാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അവിടെ ഡിഫൈൻ ചെയ്തത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ സർക്കിളിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഈ സർക്കിൾ എന്ന് വെച്ചാൽ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റേഡിയസ് 1. ഇപ്പൊ റേഡിയസ് 1 ആണ്. അതായത് ഈ OP എന്ന് പറഞ്ഞ ഇതിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, OP എന്ന് പറയുന്നതും OA എന്ന് പറയുന്നതും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. സർക്കിൾ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് OPയുടെ ലെങ്ത് 1 ആണ്. ഞാൻ ഈ ഒരു പോയിന്റ് PAB എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. ഈ P എന്ന് പറഞ്ഞ പോയിന്റിന്ന് എക്സ് ആക്സിസിലേക്ക് PM എന്ന് പറഞ്ഞിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. OM ഉണ്ട് ഇവിടെ, അതുപോലെ MP ഉണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, OM എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്തായിരിക്കും? A ആയിട്ട് വരും. കാരണം OM ആണ് P എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. OM ഈക്വൽ ടു A എന്ന് വരും. അതുപോലെ MP, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് MP എന്ന് പറയുന്നത് എന്താ? MP P യുടെ y കോർഡിനേറ്റ് ആണ്. സോ വാട്ട് ഈസ് MP?
B. So MP is equal to B. OM equal to A, MP equal to B. Okay. ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ ഓർത്തു വെക്കാം. ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തിട്ടുണ്ട്. ആ സർക്കിളിന്റെ മുകളിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. PAB, അതിന്റെ കോർഡിനേറ്റ്സ് AB ആണ്. കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാകും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാകും. ഞാൻ എടുത്ത പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് A ആണ്, വൈ കോർഡിനേറ്റ് B ആണ്. ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, യൂണിറ്റ് സർക്കിൾ ആണ്, അതുകൊണ്ട് റേഡിയസ് OP ഈക്വൽ ടു 1 യൂണിറ്റ് ആണ്. ഓക്കെ, OM ഈക്വൽ ടു A, MP ഈക്വൽ ടു B. ഇനി ആ സർക്കിളിന്റെ അകത്തുണ്ടായിരുന്ന ആ ചെറിയ ട്രയാങ്കിളിനെ അതിന്റെ അകത്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ലത് കൊണ്ട് ഞാൻ ആ ട്രയാങ്കിളിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ട്രയാങ്കിൾ ഇരിക്കുന്നത് സർക്കിളിന്റെ അകത്താണ്. OP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ച സർക്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, OP എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് ആണ്, അതുകൊണ്ട് അതിന്റെ വാല്യൂ 1 ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ 1 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ OMP. ഓക്കെ, ഇതില് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിന്റെ ഡെഫിനിഷൻ ഓർമ്മ ഉണ്ടല്ലോ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെയാണ് ഞാൻ എക്സ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് PM ആണ്, ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. സോ sin x is equal to opposite side PM, hypotenuse OP. Okay, that is equal to PM. OP യുടെ വാല്യൂ 1 ആണ്. സോ sin x is equal to PM. PM ന് പകരം നമുക്ക് എന്ത് എഴുതാം? sin x എന്ന് എഴുതാം. PM is equal to sin x. അതുപോലെ ഇനി cos x എടുക്കണം. cos x is adjacent side OM ആണ്, divided by hypotenuse OP. That is OM, OP is 1. So OM divided by 1. So OM. So OM is equal to cos x. P OM ന്റെ ലെങ്ത് cos x ആണ്. ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. OM ഹൈപ്പോട്ടന്യൂസ് 1 ആയി കഴിഞ്ഞാൽ ഈ ആംഗിൾ x ആയിട്ട് വന്നു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് cos x ഉം ഓപ്പോസിറ്റ് സൈഡ് sin x ആണ്. അഡ്ജസന്റ് സൈഡ് cos x, ഓപ്പോസിറ്റ് സൈഡ് sin x. P എന്ന് പറഞ്ഞ പോയിന്റിനെ PAB എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? OM ന്റെ ലെങ്ത് cos x ആണ്. അപ്പൊ Pയുടെ എക്സ് കോർഡിനേറ്റ് വരുന്നത് cos x. MP യുടെ ലെങ്ത് sin x ആണ്. Bക്ക് പകരം നമുക്ക് sin x എന്ന് എഴുതാം. സോ y കോർഡിനേറ്റ് വരുന്നത് sin x. അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റിനെ ആംഗിൾ x ആയി കഴിഞ്ഞാൽ P എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, സർക്കിളിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റിനെ നമുക്ക് cos x sin x എന്ന് എഴുതാം. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് cos x ഉം y കോർഡിനേറ്റ് sin x ഉം ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഇത് നന്നായിട്ട് മനസ്സിൽ വെച്ചോളണം. അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് ഇതുപോലെ എഴുതാം. P is equal to cos x sin x. ഇനി ഈ യൂണിറ്റ് സർക്കിളിന്റെ മുകളിൽ ഞാൻ വേറൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, Q എന്ന് പറഞ്ഞ പോയിന്റ്. യൂണിറ്റ് സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് Q. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് ആക്സിസിന്റെ ഇവിടുന്ന് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഈ ഇവിടുന്ന് ഈ OQ എന്ന് പറഞ്ഞ ലൈനിലേക്ക് വരച്ച ആംഗിൾ, യെല്ലോ കളറിൽ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്, അതിന്റെ അളവ് y ആണ്. ആ ആംഗിൾ y ആണ്. ഓക്കെ, y റേഡിയൻസ് ആണ്. ഓക്കെ, AOQ എന്ന് പറഞ്ഞ ആംഗിൾ AOQ എന്ന് പറഞ്ഞ ആംഗിൾ y റേഡിയൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ് റേഡിയൻസ് വന്നാൽ, ആംഗിൾ എക്സ് റേഡിയൻസ് വന്നാൽ P എന്ന് പറഞ്ഞ പോയിന്റിനെ P cos x sin x എന്ന് എഴുതാം. ആംഗിൾ എക്സ് ആകുമ്പോൾ ആ പോയിന്റ് P എന്ന് പറഞ്ഞ പോയിന്റ് cos x sin x ആണ്. അപ്പൊ എക്സിന് പകരം y എന്ന് പറഞ്ഞ ആംഗിൾ വന്നാൽ ആ Q എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിട്ട് എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം Q എന്ന് പറഞ്ഞ പോയിന്റിനെ? cos y sin y. cos y sin y. cos y sin y. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് T എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ഇനി ഇവിടുന്ന് പോസിറ്റീവ് എക്സ് ആക്സിസ് നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വരക്കും, OT വരക്കണം. പോസിറ്റീവ് എക്സ് ആക്സിസ് നിന്ന് ഈ OT യിലേക്കുള്ള ആംഗിൾ
സ്മോൾ ലെറ്റർ ടി ഇതാണ് ടി ആണെങ്കിൽ, ഓക്കെ, ടി എന്ന് പറഞ്ഞ പോയിന്റിനെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ പോയിന്റിനെ എങ്ങനെ എഴുതാം? ആംഗിൾ സ്മോൾ ടി ആണ്. cos t sin t. കോസ് ടി സൈൻ ടി എന്ന് എഴുതാം. sin t. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ മാറും തോറും ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, ആ ആംഗിളിന് അനുസരിച്ചിട്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആംഗിൾ എക്സ് ആയി കഴിഞ്ഞാൽ ആ പോയിന്റ് വരുന്നത് കോസ് എക്സ് സൈൻ എക്സ്, ആംഗിൾ വൈ ആയി കഴിഞ്ഞാൽ കോസ് വൈ സൈൻ വൈ. ഓക്കെ, പോയിന്റിന്റെ കോർഡിനേറ്റ്സ് മാറും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സിന്റെ വാല്യൂ ഈ ആംഗിൾ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാന്നുള്ളതാണ്. നമ്മൾ നേരത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 90 ആണ്. അക്യൂട്ട് ആംഗിൾ ആയിരുന്നു എക്സ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ആംഗിൾ അക്യൂട്ട് ആവണമെന്നില്ല, എത്ര വാല്യൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പൈ എടുക്കാം, 2π എടുക്കാം, 3π, 4π, 5π, അങ്ങനെ 360നെക്കാളും വലിയ വാല്യൂസും കൂടി അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു വ്യത്യാസമാണ് നമ്മൾ +1 പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിക് പഠിക്കുന്ന സമയത്ത് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ആംഗിൾ നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. യൂണിറ്റ് സർക്കിൾ ആണ്. അതിൽ ഞാൻ ABCD എന്ന് പറഞ്ഞ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ OAയുടെ ലെങ്ത് 1 ആണ്. OA is equal to 1. ഓക്കെ, Oയിൽ നിന്നും Aയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്. ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഇരിക്കുന്ന എക്സ് ആക്സിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് ആണ്. OA എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് 0. 1 0. ബി എന്ന് പറഞ്ഞ പോയിന്റ് വൈ ആക്സിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. വൈ ആക്സിന്റെ മുകളിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഈ ലെങ്ത് 1 ആണ്. അപ്പൊ അതിന്റെ ബിയുടെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 1. സിയുടെ കോർഡിനേറ്റ്സ് പറഞ്ഞു നോക്കട്ടെ. സിയുടെ കോർഡിനേറ്റ്സ് -1 0. ഇവിടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? അതിന്റെ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് -1. അപ്പൊ നമ്മൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് 1 0, ബി 0 1, സി -1 0, ഡി 0 -1, 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിക്കാം, OA എന്ന് പറഞ്ഞ ലൈനിലേക്ക് OA ഉണ്ടാക്കുന്ന, നമ്മൾ നേരത്തെ P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ എടുത്തപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണ്. ഇപ്പൊ OAയും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. ഓക്കെ, ഒരു ലൈനിന്റെ മുകളിൽ തന്നെയാണ് മറ്റത് കിടക്കുന്നത്. അപ്പൊ ആംഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും? 0 ഡിഗ്രി വരും. അപ്പൊ തീറ്റ 0 ആകുന്ന സമയത്ത് ആംഗിൾ എക്സ് ആയി കഴിഞ്ഞാൽ, തീറ്റ എക്സ് ആകുമ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ എഴുതുന്നത് കോസ് എക്സ് സൈൻ എക്സ് ആണ്. പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് കോസ് എക്സ് സൈൻ എക്സ്. അപ്പൊ ആംഗിൾ 0 വന്നു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് കോസ് 0 സൈൻ 0. ഇനി നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണെന്നറിയാം. എ എന്ന് പറഞ്ഞ പോയിന്റ് 1 0 ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് 1 0. Now equating x coordinate we get cos 0 equal to 1. Cos 0 is equal to 1. Equating y coordinate we get sin 0 equal to 0. അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടി. cos 0 is equal to 1, sin 0 is equal to 0. ഇനി നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ AOB ഈക്വൽ ടു 90 ഡിഗ്രി. AOB is equal to 90 degree or π/2 റേഡിയൻസ്. ഓക്കെ, 90 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ π/2 എന്ന് പറയാം. തീറ്റ ഈക്വൽ ടു π/2. എക്സ് ആയി കഴിഞ്ഞാൽ കോസ് എക്സ് സൈൻ എക്സ്, π/2 ആയി കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ എഴുതേണ്ടത് കോസ് π/2 സൈൻ π/2. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 1. ബി എന്ന് പറഞ്ഞ പോയിന്റ് 0 1 ആണ്. Now equating x coordinate we get cos π/2 equal to 0. Equating y coordinate we get sin π/2 equal to 1. So cos π/2 equal to 0, sin π/2 equal to 1. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് C എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ഇവിടം വരെ വരുന്ന ആംഗിൾ 180 ഡിഗ്രി, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റേഡിയനിൽ എഴുതാം? 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻസ്.
അപ്പൊ അടുത്ത ആംഗിൾ നമ്മുടേത് പൈ റേഡിയൻസ് ആണ്. അപ്പൊ തീറ്റ പൈ ആകുന്ന സമയത്ത് സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് കോസ് പൈ സൈൻ പൈ ആൻഡ് സി ഈസ് ഈക്വൽ ടു -1 0. സോ ഇക്വേറ്റിംഗ് എക്സ് കോർഡിനേറ്റ് കോസ് പൈ ഈക്വൽ ടു -1, then equate y coordinate sin pi equal to 0. ഇപ്പൊ രണ്ട് വാല്യൂസും കൂടി കിട്ടി. cos pi equal to -1, sin pi equal to 0. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്, ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതിന്റെ കോർഡിനേറ്റ് 0 -1 ആണ്. ഇനി ഇവിടുന്ന് ഇവിടം വരെ വരുന്ന ഈ ആംഗിൾ, ടോട്ടൽ ആംഗിൾ ഇത് 270 ഡിഗ്രി ആണ്. 270 ഡിഗ്രി ഓർ 3π/2. 270 degrees equal to 3π/2. So the point D, we can write it as cos 3π/2 sin 3π/2 and which is equal to 0 -1. Now equating x coordinate, we get cos 3π/2 equal to 0. Equating y coordinate sin 3π/2 equal to -1. ഇപ്പം ഇങ്ങനെ എല്ലാം ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇപ്പൊ എല്ലാ വാല്യൂസ് ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ബൈ ഹാർട്ട് അടിച്ച് വെച്ചാൽ അത് കുറെ കഴിയുമ്പോൾ മറന്നുപോകും. അപ്പൊ അതിന് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അത് ഈ പ്ലസ് സൈൻ ഓർത്ത് വെച്ചാൽ മതി. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. പ്ലസ് വരക്കണം, ഇവിടെ 0 0 0 വരക്കുക, ഈ രണ്ട് സൈഡ് 0 0, മുകളിൽ 1, താഴെ -1. ഓക്കെ, ഈ പ്ലസ് എപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. പ്ലസ് വരച്ചിട്ട് 0 0 1 -1 എഴുതണം. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലസ് വരക്കുക, ഇവിടെ 0 0 1 -1 എന്ന് എഴുതാം. ഇനി സൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്, ഈ സീറോന്റെ അടുത്ത് നിന്നാണ് സൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആംഗിൾ 0 ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആംഗിൾ 0 ആണ്. അപ്പോ ഇവിടെ ഈ വാല്യൂസ് 0 0 1 -1 നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. ആംഗിൾ നമ്മൾ സ്വന്തം എഴുതണം. എവിടെ നിന്നാണോ തൊടുക്കുന്നേ അവിടെ ആംഗിൾ 0 ആണ്. സൈൻ 0 ഈക്വൽ ടു 0. ഇനി ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ വരുന്നത് π/2 ആണ്. ഇവിടെ തുടക്കത്തിൽ ആംഗിൾ 0, ഇവിടെ ആംഗിൾ 0. ഇവിടുന്ന് ഇങ്ങനെ ഇവിടത്തേക്ക് വരുമ്പോൾ π/2, ആംഗിൾ π/2 ഓർ 90 ഡിഗ്രി. ഇപ്പോൾ സൈൻ π/2 ഇവിടെ ഇല്ല, ഈ വാല്യൂ ആണ്. സൈൻ π/2 ഈക്വൽ ടു 1. സൈൻ π/2 ഈക്വൽ ടു 1. എന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ 180 ഡിഗ്രി ഓർ പൈ, സൈൻ പൈ ഈക്വൽ ടു 0. ഈ 0 ആണ് സൈൻ പൈയുടെ വാല്യൂ. സൈൻ പൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ വരും. ഇപ്പൊ ആംഗിൾ വരുന്നത് 270 ഡിഗ്രി ഓർ 3π/2. സൈൻ 3π/2 ഈക്വൽ ടു -1. സൈൻ 3π/2 ഈക്വൽ ടു -1. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫുൾ റെവല്യൂഷൻ അടിച്ചിട്ട് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ വരുന്നത് 2π ആണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്താ? 0 ആണ്. സൈൻ 2π ഈക്വൽ ടു 0. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇത് വളരെ ഈസിയാണ്. ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത് പ്ലസ് സൈൻ ഇടാം. എന്നിട്ട് ഇവിടെ 0 0 1 -1 എന്ന് ഇടാം. ഓക്കെ, പിന്നെ ഓർത്ത് വെക്കേണ്ടത് സൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്ലസ് നമ്മൾ സൈനിനും കോസിനും ഉപയോഗിക്കും. സൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സൈൻ ഈ 0ന്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ആംഗിൾ വരുന്നത് 0, അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ π/2, പിന്നെ പൈ, പിന്നെ 3π/2, പിന്നെ 2π. ഇങ്ങനെയാണ് ആംഗിൾ പോകുന്നത്. π/2 ആഡ് ചെയ്തുകൊണ്ട് പോകണം. 0 ഇവിടെ നിന്ന് ഇടത്തേക്ക് π/2 ആണല്ലോ, 90 ഡിഗ്രി. 0 π/2, π/2 പ്ലസ് π/2 പൈ, അങ്ങനെ π/2 ആഡ് ചെയ്തുകൊണ്ട് പോയല്ലേ. സൈൻ 0 0, സൈൻ π/2 1, സൈൻ പൈ 0, സൈൻ 3π/2 -1, സൈൻ 2π 0. ഇനി 2πയുടെ കൂടെ ഒരു π/2 ആഡ് ചെയ്താൽ സൈൻ 2π പ്ലസ് π/2, that is 5π/2. 2π plus π/2, 2 into 2 4, 4π plus π is 5π, 5π/2, 5π/2. What is value of sin 5π/2? 5π/2, 2π എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തേക്ക് എത്തി. ശരിയാണ്, 1 ആണ്. സൈൻ 5π/2 ഈക്വൽ ടു 1. അടുത്ത ഇവിടെ എത്തുന്നത് 5π/2ന്റെ കൂടെ ഒരു π/2 കൂടി ആഡ് ചെയ്യണം. അതായത് സൈൻ 6π/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സൈൻ 3π എന്ന് പറയാം. അടുത്ത സ്റ്റെപ്പ് അത്
ഓക്കെ, ഇവിടത്തേക്ക് 5π/2 ആയി. അടുത്ത സ്റ്റെപ്പ് ഇവിടെ എത്തുമ്പോൾ 6π/2 അല്ലെങ്കിൽ 3π എന്ന് പറയാം. അപ്പൊ സൈൻ 3πയുടെ വാല്യൂ എന്തായിരിക്കും? 0. 0 ആണ്. സൈൻ 3πയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഡിറൈവ് ചെയ്യാം. കോസിന്റെ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. കോസിനും ഇതേപോലെ പ്ലസ് ഇടണം, 0 0 1 -1 എഴുതണം. പക്ഷെ കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്, ഈ 1 ഉള്ള സ്ഥലത്താണ് കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആംഗിൾ എടുക്കേണ്ടത് 0π/2 π 3π/2 2π, അങ്ങനെയാണ് ആംഗിൾ പോകുന്നത്. π/2 ആഡ് ചെയ്തുകൊണ്ട് പോകണം. സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആംഗിൾ 0 ആണ്. കോസ് 0 1 ഈ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. കോസ് 0 1, കോസ് π/2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് വരണം. കോസ് π/2 0. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോസ് പൈ ഈക്വൽ ടു -1. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 3π/2 ആണ് ആംഗിൾ, വാല്യൂ 0 ആണ്. കോസ് 3π/2 ഈക്വൽ ടു 0. ഇനി ഫുൾ ഒരു റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ ആംഗിൾ വരുന്നത് 2π. കോസ് 2π ഈക്വൽ ടു 1 ഈ വാല്യൂ ആണ്. കോസ് 2π ഈക്വൽ ടു 1. ഇത് ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം പ്ലസ് എഴുതണം, 0 0 1 -1 എന്ന് എഴുതണം. കോസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്നാണ്. ആംഗിൾ വരുന്നത് 0π/2 π 3π/2 2π പിന്നെ 5π/2 6π അല്ലെങ്കിൽ 3π. ഇങ്ങനെ ആംഗിൾ എത്ര വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആംഗിളിൽ കോസും സൈനിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണേ. 30 ഡിഗ്രി 60 ഡിഗ്രി ഒന്നും ഇതിൽ നിന്ന് കിട്ടൂല. ഇതിൽ നിന്ന് കിട്ടുന്ന ആംഗിൾ ഏതൊക്കെയാ? 0π/2 π 3π/2 2π 5π/2 3π 4π 5π 6π അതൊക്കെ വരും ഇതിൽ. ഓക്കെ, അപ്പൊ കോസ് 0 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 ആണ്. കോസ് π/2 0, കോസ് π -1, കോസ് 3π/2 0, കോസ് 2π 1. ഇതാണ് കോസിന്റെ വാല്യൂസ്. അല്ലാണ്ട് ഈ വാല്യൂസ് ഈ വാല്യൂസ് മൊത്തം ബൈഹാർട്ട് അടിക്കാനൊന്നും നിൽക്കരുത്. ബൈഹാർട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് മറന്നു പോകും. അതിന് പകരം ഒരു പ്ലസ് ഓർത്ത് വെച്ചാൽ മതി. 0 0 1 -1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർത്ത് വെക്കാം. സൈന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കോസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ സൈനിന്റെയും കോസിന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ ബൈ കോസ് ആണ് ടാൻ, കോസ് ബൈ സൈൻ കോട്ട് കിട്ടും. 1/sin എടുത്താൽ കൊസീക്ക് കിട്ടും, 1/cos എടുത്താൽ സീക്ക് കിട്ടും. അപ്പൊ ഈ രണ്ടിന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന 4 എണ്ണത്തിന്റെ വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സൈൻ 0 0, സൈൻ പൈ എന്ത് വന്നു? 0 എന്ന് വന്നു. സൈൻ 2π ഈക്വൽ ടു 0. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, സൈൻ 0 0, സൈൻ പൈ 0, സൈൻ 2π 0. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് 0, ഇങ്ങനെ വരുമ്പോൾ പൈ ആണ്, അവിടെയും 0 വന്നു. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫുൾ റൊട്ടേഷൻ ആക്കുമ്പോൾ 2π ആണ്, അവിടെയും വാല്യൂ വരുന്നത് 0 ആണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി പോയി കഴിഞ്ഞാൽ 3π വരും, അവിടെ സൈനിന്റെ വാല്യൂ 0. അത് മൊത്തം ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ 2 റെവല്യൂഷൻ ആകുമ്പോൾ ആംഗിൾ വരുന്നത് 4π ആണ്, സൈനിന്റെ വാല്യൂ 0 ആണ്. സൈൻ പൈ 0, സൈൻ 2π 0, സൈൻ 3π 0, സൈൻ 4π 0 എക്സെട്ര. ഇൻ ജനറൽ സൈൻ nπ ഈക്വൽ ടു 0. ഓക്കെ, 0 ഇവിടെ 1 into π ആണ്, ഇവിടെ 2 into π, ഇവിടെ 3 into π ആണ്. 1 into π, 2 into π, 3 into π ആണ്. So sin nπ equal to 0 where n is an integer. n-ന് 1 2 3 4 etc കൊടുക്കാം, അതുപോലെ -1 -2 -3 etc കൊടുക്കാം. n belongs to Z. ഓക്കെ, ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. sin nπ equal to 0 where n belongs to Z. n is an integer. ഇതുപോലെ കോസിനും ഒരു ഇക്വേഷൻ ഉണ്ട്. കോസിന്റെ വാല്യൂസ് ശ്രദ്ധിച്ചാൽ 0 വരുന്നത് ഇവിടെ നോക്കിക്കോളൂ. കോസ് π/2 0 ആണ്, കോസ് 3π/2 0 ആണ്. അടുത്തത് എന്തായിരിക്കും? കോസ് 5π/2 0. പിന്നെ വരുന്നതോ, നെക്സ്റ്റ് വരുന്ന വാല്യൂ ഏതാ എടുക്കണ്ടേ? കോസ് π/2 3π/2 5π/2. അടുത്ത വാല്യൂ ഏതായിരിക്കും?
7 pi by 2. cos 7 pi by 2. cos 7 pi by 2 equal to 0. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. 1 3 5 7. ഈ നമ്പേഴ്സിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്താ അത്? 1 3 5 7 എക്സെട്ര. ഏത് നമ്പേഴ്സാ അത്? Odd number. ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണ്. ഇപ്പൊ ഈവൻ നമ്പർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 2n ആണ്. 2 into n ചെയ്താൽ ഈവൻ നമ്പർ കിട്ടും. ഇപ്പൊ ഓഡ് നമ്പർ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2n പ്ലസ് 1 ചെയ്യണം. 2n പ്ലസ് 1 ചെയ്യണം. n 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. n ന് 1 കൊടുത്താൽ നമുക്ക് 3 കിട്ടും. n ന് 2 കൊടുത്താൽ 5 കിട്ടും. n ന് 3 കൊടുത്താൽ 7 കിട്ടും, എക്സെട്ര. 2n പ്ലസ് 1 n ബിലോങ്സ് ടു സെറ്റ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഇവിടെ വരുന്ന ഓഡ് നമ്പേഴ്സ് 1 into pi by 2, 3 into pi by 2, 5 into pi by 2, 7 into pi by 2. ആ 1 3 5 7 അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം 2n plus 1 pi by 2. So we have cos 2n plus 1 pi by 2 equal to 0. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. നേരത്തെ പിടിച്ചത് sin n pi equal to 0. cos 2n plus 1 pi by 2 equal to 0. ഈ രണ്ട് ഇക്വേഷൻസും ഇതുപോലെ നന്നായിട്ട് വൃത്തിക്ക് എഴുതി വെക്കണം, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് പിന്നീടും ആവശ്യമുണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ വരും. അപ്പം അന്നേരം നമുക്കിത് പെട്ടെന്ന് കിട്ടണം. പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. രണ്ട് ഇക്വേഷൻസ്, ഇന്ന് പഠിച്ച പുതിയ രണ്ട് ഇക്വേഷൻസ്, sin n pi equal to 0, n belongs to set. cos 2n plus 1 pi by 2 equal to 0, n belongs to set. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ കൊസീക്കിനെ ഡിഫൈൻ ചെയ്തത് 1 by sin x ആയിട്ടാണ്. കൊസീക്ക് എക്സ് ഈക്വൽ ടു 1 by sin x. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, f of x ഈക്വൽ ടു 1 by x. റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, 1 by x. ഇവിടെ നമ്മൾ ഓർമ്മിച്ചു x നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തു. അതെന്തുകൊണ്ടാ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നേ? ഈ ഫംഗ്ഷനില് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തു. എന്തുകൊണ്ടാ? എക്സിന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുന്നേ? എക്സിന് 0 കൊടുക്കുമ്പോ 1 by 0. വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ്. 1 by 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. 0 by 1 0 ആണ്. 0 by എനി നമ്പർ ഈക്വൽ ടു 0. പക്ഷെ 1 by 0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, 1 by 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വരുന്ന എക്സ് വാല്യൂസിനെല്ലാം നമ്മൾ ഡൊമൈനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഡൊമൈനിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വാല്യൂ, 0 എന്ന് പറഞ്ഞ വാല്യൂ ഡൊമൈനിന്റെ അകത്ത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 കൊടുക്കുന്നത്. അപ്പൊ ഈ കൊസീക് എക്സ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കൊസീക് എക്സ് ഈക്വൽ ടു 1 by sin x ആണ്. സൈന് 0 ആകും. എവിടെയൊക്കെ 0 ആകും? sin pi 0, sin 2 pi 0, sin 3 pi, sin 4 pi, sin 5 pi, അതെല്ലാം 0 ആണ്. അപ്പൊ ആ എക്സ് വാല്യൂസ് എല്ലാം ഡൊമൈനിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതായത് സൈൻ 0 വരുന്നത് n pi ആകുന്ന സമയത്താണ്. സൈൻ n pi ഈക്വൽ ടു 0 തൊട്ട് മുന്നേ നമ്മൾ നോക്കി, n ബിലോങ്സ് ടു സെറ്റ്. സൈൻ n pi ഈക്വൽ ടു 0. സൈനിന് പൈ 2 pi 3 pi 4 pi കൊടുക്കുമ്പോൾ 0 വരും. ആ എക്സ് വാല്യൂസ് കൊസീക് എക്സിന്റെ ഡൊമൈനിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കൊസീക് എക്സ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി അവിടെ ചേർത്ത്, കൊസീക് എക്സ് ഇസ് 1 by sin x. ഇപ്പൊ സൈൻ എക്സ് 0 വരുന്ന എക്സ് വാല്യൂസിനെ നമ്മൾ ഡൊമൈനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു n pi. എക്സ് ഈക്വൽ ടു n pi ആയാൽ ഡിനോമിനേറ്റർ 0 വരും, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകും. So cosec x equal to 1 by sin x, x not equal to n pi, n belongs to set. അതുപോലെ sec x പറയുമ്പോൾ 1 by cos x ആണ്. cos x 0 വരുന്നത് 2n plus 1 pi by 2 അവിടെയൊക്കെയാണ്. അപ്പോൾ x not equal to 2n plus 1 pi by 2, n belongs to set. അങ്ങനെ എടുക്കണം. ഇനി tan എന്ന് പറയുമ്പോൾ sin by cos. cos 0 വരുന്ന വാല്യൂസിനെ ഡൊമൈനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. So x is not equal to 2n plus 1 pi by 2, n belongs to set. Now cot x is cos by sin. So sin 0 ആകുന്ന വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. So x is not equal to n pi, n belongs to set.
ബാക്കി എല്ലാ എക്സിനും ഈ ഫങ്ഷൻസ് ഡിഫൈൻ ആണ്. കോട്ടെക്സ് ബാക്കി എല്ലാ എക്സിനും ഡിഫൈൻഡ് ആണ്. പക്ഷെ എക്സിന് n പൈ മാത്രം കൊടുക്കാൻ പാടില്ല. ഓക്കെ, ആ വാല്യൂസിൽ കോട്ടെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊന്ന് നോട്ട് ബുക്കിൽ എഴുതി വെച്ചേക്കണം. ഇതൊക്കെ നമുക്ക് പിന്നീടും സെക്കൻഡ് ഇയറിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസിയുമാണ്, വളരെ ഇമ്പോർട്ടന്റുമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്ന 3 ഇക്വേഷൻസ് ആണ്. ഓക്കെ, അതിന് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ OMP. ട്രയാങ്കിൾ OMP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ശ്രദ്ധിക്കാം. അതില് ഹൈപ്പോട്ടന്യൂസ് OPയുടെ വാല്യൂ 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. ഇവിടെ എടുത്തിരിക്കുന്ന ആംഗിൾ x ആണ്. അതുകൊണ്ട് അഡ്ജസന്റ് സൈഡ് കോസ് എക്സും ഓപ്പോസിറ്റ് സൈഡ് സൈൻ എക്സും. തൊട്ട് മുന്നേ നമ്മളത് പഠിച്ചു. അഡ്ജസന്റ് സൈഡ് കോസ് എക്സ് വരും, ഓപ്പോസിറ്റ് സൈഡ് സൈൻ എക്സ് വരും. ഇനി ഈ ട്രയാങ്കിളില് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തേ. എന്താ പൈത്തഗോറസ് തിയറം? പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. ആ, പറഞ്ഞോളൂ. OP സ്ക്വയർ ഈക്വൽ ടു പ്ലസ് MP square. MP square. Hypotenuse square equal to base square plus altitude square. OP square is equal to OM square plus MP square. OP യുടെ വാല്യൂ 1 ആണ്. സോ 1 സ്ക്വയർ ഈക്വൽ ടു OM cos x ആണ്. cos x ഹോൾ സ്ക്വയർ MP sin x ആണ്. സോ sin x ഹോൾ സ്ക്വയർ. ഇനി 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 1 ആണ്. 1 സ്ക്വയർ ഇസ് 1. cos x ഹോൾ സ്ക്വയറിനെ നമ്മൾ എഴുതുന്നത് കോസ് സ്ക്വയർ എക്സ് ആയിട്ടാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, തെറ്റിച്ചേക്കരുത്. കോസ് എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ എപ്പോഴും എഴുതില്ല, ഈ ബ്രാക്കറ്റ് ഒക്കെ ഇടണ്ടേ. അതിന് പകരം നമ്മൾ എഴുതുന്നത് കോസ് സ്ക്വയർ. കോസിന്റെ മുകളിൽ സ്ക്വയർ ഇട്ടിട്ട് എക്സ് എഴുതും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതും. അപ്പൊ സൈൻ എക്സ് ഹോൾ സ്ക്വയറിന് പകരം എന്ത് എഴുതണം? സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ തന്നെ പഠിച്ചേക്കണേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത്രയും കാര്യങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? കോസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ഓർ cos square x plus sin square x is equal to 1. ഇതുപോലെ റെക്ടാങ്കിളിന്റെ അകത്ത് ഇക്വേഷൻ എഴുതി വെക്കുക. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും, അതിൽ ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. cos square x plus sin square x is equal to 1. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ 2 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യും. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ dividing by cos square x. Dividing this equation by cos square x. So we get cos square x divided by cos square x plus sin square x divided by cos square x equal to 1 divided by cos square x. എല്ലാ ടേമിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്തു. cos square x divided by cos square x is 1. ഇനി സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അതിന് ഞാൻ ഇതുപോലെ എഴുതാൻ പോകുന്നേ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. രണ്ടും സ്ക്വയർ ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഇവിടെയും 1 എന്ന് വെച്ചാൽ 1 സ്ക്വയർ ആണ്. അതിനെങ്ങനെ എഴുതാം? 1 ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്, ദാറ്റ് ഇസ് 1 ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 plus sin by cos എന്താ? sin x by cos x is equal to tan x. So tan x whole square. ഇനി 1 by cos x എന്താ? അത് ഏത് ഫംഗ്ഷനാ? 1 by cos sec x. So sec x whole square. So we get 1 plus ഇനി tan x whole square പകരം നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? tan square x. 1 plus tan square x is equal to sec square x. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 plus tan square x is equal to sec square x.
ആദ്യം നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷനെ എല്ലാ ടേംസിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ ടേമിൽ കോസ് സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 കിട്ടും. രണ്ടാമത്തെ ടേം സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. സൈൻ ബൈ കോസ് ടാൻ ആണ്. ഇപ്പൊ ടാൻ എക്സ് ഹോൾ സ്ക്വയർ വരും. ടാൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ടാൻ സ്ക്വയർ എക്സ്. അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, ടാൻ സ്ക്വയർ എക്സ്. അതുപോലെ ആർ എച്ച് എസിൽ 1 ബൈ കോസ് വരും. 1 ബൈ കോസ് എന്ന് വെച്ചാൽ സീക്ക് എക്സ് ആണ്. അതുകൊണ്ട് സീക്ക് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സീക്ക് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഏതാ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. രണ്ട് ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ പഠിച്ചു. ഇനി അടുത്ത ഇക്വേഷൻ ഇതുപോലെ ടേബിൾ റെക്ടാങ്കിളിന്റെ അകത്ത് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇനി ഒരു മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കൂടി നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മൾ കോസ് സ്ക്വയർ എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഏത് കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ഡിവൈഡിങ് ബൈ, പറഞ്ഞോളൂ, ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഡിവൈഡിങ് ബൈ സൈൻ സ്ക്വയർ എക്സ്. എല്ലാ ടേംസിനെയും സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇനി ഇത് കോസ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ. സൈൻ സ്ക്വയർ എക്സ് അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 എന്ന് കിട്ടും. ഇവിടെ 1 ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി കോസ് ബൈ സൈൻ എന്താ? കോസ് ബൈ സൈൻ കോട്ട് എക്സ് ആണ്. സോ കോട്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 1 ബൈ സൈൻ എന്ന് പറയുമ്പോൾ 1 ബൈ സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൊസീക്ക് ആണ്. കൊസീക്ക് എക്സ് ഹോൾ സ്ക്വയർ. സോ വി ഹാവ്, ഇതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതുവാന്നേ. 1 പ്ലസ് ഈ 1ന് ഇപ്പുറത്ത് എഴുതി 1 പ്ലസ് കോട്ട് എക്സ് ഹോൾ സ്ക്വയറിനെ കോട്ട് സ്ക്വയർ എക്സ് എഴുതണം. കൊസീക്ക് എക്സ് ഹോൾ സ്ക്വയറിനെ കൊസീക്ക് സ്ക്വയർ എക്സ് എഴുതണം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ഇക്വേഷൻസ് ആണ് ഇത്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. എല്ലാവരും പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിച്ചോളണേ. ഇനി ഒരു കുറച്ച് വാല്യൂസ് ഡിറൈവ് ചെയ്യാനുണ്ട്, അതും കൂടി ഇപ്പോൾ എടുക്കാം. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. 3 സൈഡ്സും ഈക്വൽ ആണ്. ആ ട്രയാങ്കിളിന്റെ ഒരു പേരുണ്ടല്ലോ. 3 സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ പേരെന്താ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു. അതിന്റെ ഒരു വേർട്ടെക്സ് ഇവിടുത്തെ ഈ വേർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ ആണ്, മീഡിയനും ആണത്. ഓക്കെ, ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു ഇവിടത്തേക്ക്. ഈ ലെങ്ത് ഇത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. ഈ എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യും. എം എന്ന് പറയുന്നത് ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എം ബിയുടെ ലെങ്ത് 1 ആണ്. ഓക്കെ, എം ബിയുടെ ലെങ്ത് 1 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു, ഒരു സൈഡ് 2 ആണ്, ഈ സൈഡ് ഈ ഇത്രയും ലെങ്ത് 1 ആണ്. അത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു പാർട്ട് മാത്രമാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫുള്ള് വേണ്ട. അത് ഈ സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ പകുതി പാർട്ട് മാത്രമേ വേണ്ടൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും 3 ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രിനെ നമുക്ക് എന്ത് എഴുതാം? π/3 എന്ന് എഴുതാം. റേഡിയന്റ് നമ്മൾ എഴുതേണ്ടത് π/3. ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇവിടെ ഈ മുകളിൽ ഇരിക്കുന്ന ആംഗിൾ 60ന്റെ നേരെ പകുതിയാണ്, 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിനെ നമ്മൾ എഴുതേണ്ടത് π/6. 30 ഡിഗ്രി ഓർ π/6. ഓക്കെ, ഞാൻ അതിനെ ഇത്ര ആയിട്ട് മാറ്റിയതിനെ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട്
സൈൻ 30 സൈൻ 60 കോസ് 30 കോസ് 60 ടാൻ കോട്ട് അതിൻ്റെ ഒക്കെ 30 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 6 ഓർ 60 ഡിഗ്രി പൈ ബൈ 3 വാല്യൂസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വാല്യൂസ് ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ബൈ ഹാർട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്കത് മറന്നു പോകും. പക്ഷെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ ആ വാല്യൂസ് ഒക്കെ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ട്രയാങ്കിളാണ്. അതിന്റെ ഒരു സൈഡ് 2, ഇവിടെ വരുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ് 2, അതിന്റെ ഈ ബേസിന്റെ ലെങ്ത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് എന്താന്ന് പറയാൻ പറ്റുമോ? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ആരാ പെട്ടെന്ന് ആൻസർ പറയുന്നത് നോക്കട്ടെ. ഈ ആൾട്ടിറ്റ്യൂഡ് മൂന്നാമത്തെ സൈഡിന്റെ ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ആർക്ക് ആൻസർ കിട്ടിയ പറഞ്ഞോളൂ. റൂട്ട് 3. അതാരാന്ന് ഒന്ന് പേര് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. റൂട്ട് 3 ആണ് ഇതിന്റെ വാല്യൂ. റൂട്ട് 3. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 2, 1 റൂട്ട് 3 ആംഗിൾ പൈ ബൈ 3 പൈ ബൈ 6. ഓക്കെ, ഇത് ഓർക്കാൻ വളരെ ഈസിയാണ്. ബാക്കി വാല്യൂസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഞാനിപ്പോ സൈൻ പൈ ബൈ 3 കണ്ടുപിടിക്കാൻ പോവാണേ. സൈൻ പൈ ബൈ 3 ഇതാണ് ആംഗിൾ. സൈനിന്റെ ഡെഫിനിഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ 2 എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, 2 ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 90ന്റെ ഓപ്പോസിറ്റ് വരുന്നത് 2 ആണ്. അതാണ് ഹൈപ്പോട്ടന്യൂസ്. ഞാൻ എടുത്ത ആംഗിൾ പൈ ബൈ 3 ആണ്. സൈൻ പൈ ബൈ 3 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ സൈൻ പൈ ബൈ 3യുടെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സൈൻ പൈ ബൈ 3 ഈ ആംഗിൾ പൈ ബൈ 3യുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. പൈ ബൈ 3യുടെ ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് ഇതിന് എപ്പോഴും 2 ആണ്. സോ റൂട്ട് 3 ബൈ 2. ഇനി സൈൻ പൈ ബൈ 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ പൈ ബൈ 6. പൈ ബൈ 6ന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ എന്താ? 1. അപ്പൊ സൈൻ പൈ ബൈ 6 എന്തായിരിക്കും? 1/2. ഓക്കെ, അപ്പൊ സൈൻ പൈ ബൈ 3 സൈൻ പൈ ബൈ 6ന്റെ വാല്യൂസ് കിട്ടി. സൈൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇപ്പൊ സൈൻ പൈ ബൈ 3 റൂട്ട് 3 ബൈ 2, സൈൻ പൈ ബൈ 6 1/2. ഇനി ഞാൻ കോസ് ആന്ന് പറയുന്നത്. കോസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് പൈ ബൈ 3 ഇതിന്റെ അഡ്ജസന്റ് സൈഡ് 1 ആണ്. അപ്പൊ കോസ് പൈ ബൈ 3യുടെ വാല്യൂ എന്തായിരിക്കും? 1/2. കോസ് പൈ ബൈ 6 എന്തായിരിക്കും? റൂട്ട് 3 ബൈ 2. ഈ വാല്യൂസ് നമുക്ക് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ സൈനും കോസും അറിയാമെങ്കിൽ ടാനിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടാൻ പൈ ബൈ 3 എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ 3 ഡിവൈഡ് ബൈ കോസ് പൈ ബൈ 3 റൂട്ട് 3 ബൈ 2 ഡിവൈഡ് ബൈ 1/2 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 3. ടാൻ പൈ ബൈ 3 ഈക്വൽ ടു സൈൻ പൈ ബൈ 3 ഡിവൈഡഡ് ബൈ കോസ് പൈ ബൈ 3 റൂട്ട് 3 ബൈ 2 ഡിവൈഡഡ് ബൈ 1/2. ആ 2 ക്യാൻസൽ ചെയ്ത് പോകും, റൂട്ട് 3 എന്ന് കിട്ടും. ഇനി കൊസീക്ക് പൈ ബൈ 3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കൊസീക്ക് പൈ ബൈ 3 ഈക്വൽ ടു 1 ബൈ സൈൻ പൈ ബൈ 3. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ബൈ റൂട്ട് 3. ഇതുപോലെ എല്ലാ വാല്യൂസും ബാക്കി വരുന്ന ഫംഗ്ഷൻസിന്റെ വാല്യൂസും നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വളരെ ഈസിയാണ്. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കേണ്ട ട്രയാങ്കിൾ ഇതാണ്. ട്രയാങ്കിളില് ഹൈപ്പോട്ടന്യൂസ് 2, ഈ ബേസ് 1, ആൾട്ടിറ്റ്യൂഡ് റൂട്ട് 3, ആംഗിൾ വരുന്നത് പൈ ബൈ 3. ഓക്കെ, 60 ഡിഗ്രി 90 ഡിഗ്രി 30 ഡിഗ്രി പൈ ബൈ 3 പൈ ബൈ 2 പൈ ബൈ 6. ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് സൈൻ പൈ ബൈ 3 സൈൻ പൈ ബൈ 6 കണ്ടുപിടിക്കാം. കോസ് പൈ ബൈ 3 കോസ് പൈ ബൈ 6 കണ്ടുപിടിക്കാം. അതുപോലെ ടാൻ പൈ ബൈ 3 ടാൻ പൈ ബൈ 6 എക്സെട്ര കണ്ടുപിടിക്കാൻ പറ്റും. ഈ ട്രയാങ്കിൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാല്യൂസ് നോക്കാം. അടുത്ത വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈ ഒരു ട്രയാങ്കിൾ ആണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. ബാക്കി രണ്ട് ആംഗിൾ പൈ ബൈ 4 ഓർ 45 ഡിഗ്രി ആണ്. പൈ ബൈ 4 ഓർ 45 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ആംഗിൾ സെയിം ആയതുകൊണ്ട് ഈ സൈഡിന്റെ ലെങ്ത് ഈക്വൽ ആണ്. അത് ഞാൻ 1 യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില്
എ ബി സി ആണ് ട്രയാങ്കിളിന്റെ എ ബി 1ഉം എ സി 1 ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ആണ് ബി സി സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഇസ് റൂട്ട് 2. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. സോ വാട്ട് ഈസ് സൈൻ പൈ ബൈ 4? ഈ ആംഗിൾ എടുത്താലും മതി. സൈൻ പൈ ബൈ 4 ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2. സൈൻ പൈ ബൈ 4 ഇസ് 1 ബൈ റൂട്ട് 2. ഇനി കോസ് പൈ ബൈ 4 എടുത്താൽ കോസ് പൈ ബൈ 4 കോസ് എടുക്കുമ്പോൾ അഡ്ജസന്റ് സൈഡ് ഇതാണ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. കോസ് പൈ ബൈ 4 1 ബൈ റൂട്ട് 2. ടാൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ 4 ഡിവൈഡ് ബൈ കോസ് പൈ ബൈ 4 1 ബൈ റൂട്ട് 2 ഡിവൈഡ് ബൈ 1 ബൈ റൂട്ട് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1. വാട്ട് ഈസ് കൊസീക് പൈ ബൈ 4? പറഞ്ഞു നോക്കട്ടെ. സൈൻ പൈ ബൈ 4ന്റെ റെസിപ്രോക്കൽ. കൊസീക് പൈ ബൈ 4 റൂട്ട് 2. സീക്ക് പൈ ബൈ 4 root 2. കോട്ട് പൈ ബൈ 4 1. കോട്ട് പൈ ബൈ 4 1. ടാൻ പൈ ബൈ 4ന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് പൈ ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് ഈ വാല്യൂസ് ഇത്ര നിങ്ങൾ ഓർത്ത് വെക്കാം. ഈ ട്രയാങ്കിള് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. ഈ ഒരു വാല്യൂ അല്ലേ വരുന്നുള്ളൂ. ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കാം. ആംഗിൾ തീറ്റ പൈ ബൈ 4 ആകുന്ന സമയത്ത് സൈൻ പൈ ബൈ 4 1 ബൈ റൂട്ട് 2, കോസ് പൈ ബൈ 4 1 ബൈ റൂട്ട് 2, ടാൻ പൈ ബൈ 4 1. ഈ വാല്യൂ ആയിട്ട് തന്നെ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ട്രയാങ്കിളിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഈ ട്രയാങ്കിളിൽ ഈ ഒരു വാല്യൂ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഈ വാല്യൂസ് ഇതുപോലെ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ട്രയാങ്കിൾ ഓർത്ത് വെക്കണം എന്നില്ല. പക്ഷെ 30 ഡിഗ്രി 60 ഡിഗ്രിക്ക് ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്.